നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചിരിക്കും അൻവറിന്റെ UDF പ്രവേശന ചർച്ചകളെന്ന് ലീഗ് നേതാവ് PK ബഷീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. UDFന്റെ ടാർഗറ്റ് 7000-നും 10,000-നും ഇടയിലുള്ള ഭൂരിപക്ഷമായിരുന്നു. ഷൗക്കത്ത് 10,000 വോട്ടിന് മുകളിൽ ജയിക്കുമെന്നാണ് അവസാന കണക്കെന്നും PK ബഷീർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നാളെയാണ് വരാനിരിക്കുന്നത്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നിലമ്പൂരിൻ്റെ തൊട്ടപ്പുറത്ത മണ്ഡലത്തിലെ MLA ലീഗ് നേതാവ് PK ബഷീർ നമുക്കൊപ്പമുണ്ട്. എന്താണ് ലീഗിൻ്റെ ഒരു പ്രതീക്ഷ? ആര്യാടൻ ഷൗക്കത്ത് എത്ര വോട്ടിന് ജയിക്കും? ആര്യാടൻ ഷൗക്കത്ത് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിന് അപ്പേ വരുള്ളൂ. അതിന് ചുരുങ്ങിയത് 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് വിജയിക്കും. നമുക്കൊരു ടാർഗറ്റ് 7 to 10. സ്വരാജൊരു അങ്ങനെയാണെങ്കിൽ വലിയൊരു പരാജയമായിട്ടും അങ്ങനെ വരും. എന്താ, തീർച്ചയായിട്ടും ഉറപ്പല്ലേ. എന്താണ് നിലമ്പൂരിലെ അൻവറിൻ്റെ അവസ്ഥ? അല്ല, അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 9 കൊല്ലം അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായി അദ്ദേഹം രാജിവെച്ച് പോയി. പിന്നെ എൻ്റെ അവസ്ഥ എന്താ പറയുക? എത്ര വോട്ട് പിടിക്കുമായിരിക്കും? അത് ഞാൻ ഇപ്പോൾ പറയില്ല. അൻവർ UDFിലേക്ക് കൊണ്ടുവരാൻ നല്ല ശ്രമം നടത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുക്കാൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതൊരു എൻഡിലെത്തിയില്ല. ഇനി അത് റീഓപ്പൺ ചെയ്യാനുള്ളതാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ ആശ്രയിച്ചിരിക്കും. എന്ന് വെച്ചാൽ അല്ല, തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമല്ലോ. പിന്നെ അപ്പോൾ അവിടെ ഒരു വ്യക്തിയല്ലല്ലോ. UDF ഒരു പ്രസ്ഥാനമല്ലേ, ഒരുപാട് പാർട്ടികളുള്ള ഒരു മുന്നണിയില്ല. വ്യക്തിക്കല്ലല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്, സംഘടനക്കല്ല പ്രാധാന്യം കൊടുക്കുക. അൻവർ വരുന്നതിന് വലിയൊരു എതിർപ്പ് PK ബഷീറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നൊക്കെയാണ് കഥ. അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു നെഗറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കണമല്ലോ, പോസിറ്റീവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു എതിർപ്പില്ല. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് ശത്രുതയോ എതിരാളില്ല. രാഷ്ട്രീയത്തിൽ നമുക്ക് എതിരാളികളുണ്ടാവും, അതില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം പോയിട്ട് മുന്നോട്ട് പോകാം. അൻവർ മത്സരം തുടങ്ങിയത് തന്നെ താങ്കൾക്കെതിരെ മത്സരിച്ചിട്ടാണ്. അന്ന് ഞാൻ ജയിച്ചു ചെയ്തിട്ടുണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു അൻവറിനെ എതിരാളിയായിട്ടൊക്കെ കാണേണ്ടി വരുമോ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ? ഇതാണ് വലിയ വിജയ പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അക്കാര്യമാണ് PK ബഷീർ പങ്കുവച്ചത്. ഓക്കെ, റഹീസ് റഷീദാണ് ചേർന്നത്. PK ബഷീറോട് സംസാരിക്കാൻ വളരെ രസമാണ്. വളരെ തമാശ രൂപത്തിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും PK ബഷീർ. വളരെ സരസനാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, UDFിൻ്റെ പ്രവേശനം ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകളെ ആശ്രയിച്ചിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ PV അൻവറിൻ്റെ UDF പ്രവേശനം കുറച്ചുകൂടി വൈകിയാണെങ്കിലും നടക്കും. ഇനി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടുകയും PV അൻവർ വോട്ട് പിടിക്കാതിരിക്കുകയും സ്വരാജ് വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതെല്ലാം നാളെ ഈ സമയമാകുമ്പോഴേക്ക് ആദ്യത്തെ ഫലസൂചനകൾ വന്നു കഴിയും.